ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഡൽഹിയിലുള്ള തൽക്കൊട്ടാര സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാം അരങ്ങേറുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ജലോത്സവം. ഇത് കേരളത്തിലുള്ള എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ച് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാം. വാ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ അതിലേക്ക് കയറിയാൽ ശരിക്കും നമ്മളൊരു കേരളത്തിൽ എത്തിയൊരു പ്രതീതിയാണ്. മുഴുവൻ കേരള ടൈപ്പ് മ്യൂറൽ പെയിൻറ്റിങ്സ്, പിന്നെ ആനകളുടെയും അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ കയ്യിലുള്ള ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ബാൻഡ് നമുക്ക് തരും. അപ്പോൾ ആ ബാൻഡ് നമ്മളെ കയ്യിൽ കിട്ടണം കേട്ടോ. പ്രധാനമായിട്ടും 3 സ്റ്റേജാണുള്ളത്. ഒന്ന് കൂത്തമ്പലം, പിന്നെ ഉത്സവപ്പറമ്പ്, തുഞ്ചൻ പറമ്പ്. അപ്പം നമ്മൾ ഈ കൂത്തമ്പലത്തിലേക്ക് പോകാനാണ് ഈ ഒരു ബാൻഡ് നമുക്ക് ആവശ്യം. ബാക്കി സ്ഥലങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ സ്ഥലങ്ങൾ നമുക്ക് പുറത്ത് ഈ തുഞ്ചൻ പറമ്പ് അവിടെ നമുക്ക് ഫുഡും കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കണ്ടോ, ONGC ഇതിനൊരു സ്പോൺസർ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്നിട്ട് ആദ്യം ഇവിടെ വന്നപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഞങ്ങൾ ഇത് കയറിയ ആ സമയം തന്നെ അവിടെയുള്ള ആൾക്കാരോട് ആദ്യം ചോദിച്ചത് എവിടെയാണ് ഫുഡ് കിട്ടുക എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ തിരഞ്ഞ് അവിടെ എത്തി, തുഞ്ചൻ പറമ്പിൽ. അപ്പോൾ അവിടെ ഉള്ളത് DC ബുക്സിൻ്റെ ഒരു സ്റ്റോളുണ്ട്, പിന്നെ കോട്ടക്കൽ ഐക്യ വൈദ്യശാലയുടെ ഒരു സ്റ്റോളുണ്ട്, പിന്നെ അതിൻ്റെ പുറത്തായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതാണ് ഈ ഒരു കാഴ്ച. പിന്നെ അവിടെ ഇതൊക്കെ നോക്കി പിന്നെ ഉള്ളിലേക്ക് പോയി. അവിടെയാണ് ഈ കൂത്തമ്പലം. അതാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഇൻഡോർ ആയിട്ടുള്ള ഈ മെയിൻ പരിപാടികൾ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണിത്. അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഫുഡ് സ്റ്റോറിലേക്ക് വന്ന് അവിടെ നല്ല കപ്പയും മീൻകറിയും പിന്നെ പഴം നിറച്ചതും ഞങ്ങൾ ഓർഡർ ചെയ്തു. ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നടക്കുന്നത് ഒരു ട്രൈബൽ ഡാൻസാണ്. അത് കഴിഞ്ഞ് മെയിൻ സ്റ്റേജിൽ ആൽമരം ബാൻഡിൻ്റെ നല്ല അടിപൊളി പാട്ടുകളുണ്ടായിരുന്നു. അറിയില്ലല്ലോ, ഒന്നും നോക്കണ്ട, ചെവി അങ്ങോട്ട് പൊത്ത പടമൊക്കെ റെഡി. ജലോത്സവം 2026 ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പത്മഭൂഷൺ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. തുടർന്ന് വേദി അലങ്കരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളും ചേർന്നുകൊണ്ട് ഭദ്രദീപം തെളിയിക്കുന്നു. Janotsavam, a celebration of living. Rama, Jai 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 J
പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ജനം ടി വിയുടെ ആൾക്കാർ ദീപ ചേച്ചീനോട് ഈ പ്രോഗ്രാമിൻ്റെ അഭിപ്രായങ്ങളെ പറ്റി ചോദിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ജനോത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേയുടെ കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. മറുനാടൻ മലയാളികളായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. എല്ലാം ഒരു കുടക്കീഴിൽ, കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളും നമ്മുടെ ഭക്ഷണങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത എല്ലാ ഓർഗനൈസേഴ്സിനും എൻ്റെ ഒരു വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. ഇനി നമുക്ക് നാളത്തെ കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അതുവരെ ബൈ.